ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ നാട്ടിലും ഇതിന് എന്താ പേര് പറയുന്നതെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് അരിയുണ്ടാകുന്നതെന്ന് പറയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ചോറ് വെക്കുന്ന അരിയാണ് എടുത്തത്. ചോറ് വെക്കുന്ന ഏത് അരിയായാലും എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് 2-3 വട്ടം കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഈ അരിയത്തെ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കട്ടിയിലെ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ആദ്യം കുറച്ച് ടൈം നമുക്ക് ഇളക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് അരി പൊട്ടി തുടങ്ങുമ്പോൾ നിർത്താണ്ട് നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 2 ബാച്ചായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരി വറുത്തെടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടെന്നേ ഇല്ലു. അരി വറുക്കാമെന്നാണ് നമുക്കിതിൽ കുറച്ച് മെനക്കേടിലെ ജോലിയായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളാണ്. അപ്പോൾ ഞാനിവിടെ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ പാത്രത്തിൽ കുറച്ച് അടിക്കൊന്ന് പറ്റിയ പോലെ ആയതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അടികട്ടിയിലെ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അരിയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് അരി മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 5 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. നിങ്ങൾക്ക് കുറച്ച് മധുരം അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 വേണമെങ്കിലും ശർക്കര എടുക്കുക. അത് ഓരോരാളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഇത് എനിക്ക് കറക്റ്റ് മധുരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഉരുക്കിയെടുക്കാവുന്നതാണ്. ശർക്കര പാനിയിൽ ഉരുക്കുന്ന ടൈമുണ്ട്. നമുക്ക് ഇവിടുന്ന് അരിയെല്ലാം ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അരിയിലും നന്നായി നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പൊടിച്ചെടുത്ത അരി നമുക്ക് ശർക്കര പാനിയിലിട്ട് മിക്സ് ആക്കലാണ് നെക്സ്റ്റ് പരിപാടി. അതിനായിട്ട് നേരത്തെ അരി വറുത്ത പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ ശർക്കര പാനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷമാണ് ബാക്കി നമുക്ക് ഇതിലേക്ക് തേങ്ങയിലും ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കര പാനി നന്നായി തിളച്ച് വന്നേരം ഞാൻ ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങൻ്റെ അളവൊന്നും നിങ്ങൾ കുറക്കാൻ നിൽക്കണ്ട. തേങ്ങ നല്ലോണം ഇട്ടാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലും അധികം ചേർക്കാൻ പറ്റിയാൽ നമുക്ക് അത്രയും ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ഗീ ചേർത്തിട്ടുള്ളത്. ഗീ ചേർത്താൽ ഇതിൽ നല്ല പ്രത്യേക ടേസ്റ്റും നല്ല സ്മെല്ലും കൂടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച അരി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ അരിപ്പൊടിയും ശർക്കരപ്പാനിയും കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി കുറവും നമ്മൾ അരിപ്പൊടി അധികം ആയാൽ നമ്മളെ അരി ഉണ്ടാകുന്ന വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് തൊണ്ടക്കുടുങ്ങുന്ന പോലത്തെ ഫീലെല്ലാം വരും. ശർക്കരപ്പാനിയും ഇതും നല്ല സെയിം അളവിൽ കിട്ടുമ്പോൾ നമുക്ക് നല്ല അരി കൊണ്ട് കിട്ടൽ. ഈ ഒരു അളവിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അരി കൊണ്ട് തന്നെ കിട്ടും. ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.